ഹലോ. ആ ആ തൂക്കു ഏ തൂക്കു തൂക്കു. ആ എന്ത് എന്ത് ബ്രോ? വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി. ഇയാൾക്ക് ആ ഇയാൾക്ക് നോക്ക. പൂച്ച വണ്ടി കയറ്, പൂച്ച വണ്ടി കയറ്. ആ കേള കേള. പൂച്ചേ ഹലോ ബ്രോ. അല്ല എന്നെ കിഡ്നാപ്പിനല്ലടാ, എന്നെ അല്ലടാ. ആദ്യണ്ണനെ കിഡ്നാപ്പ് ചെയ്യണല്ലോടാ. ഓ ബ്രോ ആദ്യന്റെ ഫ്രണ്ടാണോ? ആ ആദ്യണ്ണൻ. ആദ്യണ്ണന്റെ ഫ്രണ്ടാണോ? ആദ്യണ്ണന്റെ വേണ്ട. അല്ല അല്ല അല്ല, റേഡിയോ എടുത്തില്ല, റേഡിയോ എടുത്തില്ല. ഇന്റെ റേഡിയോ ഫോണ് ഞങ്ങൾ അങ്ങ് എടുത്തു കേട്ടാ. ഏ അതെങ്ങനെ നിന്റെ എടുത്ത്? റേഡിയോ ഫോണ് അതൊക്കെ എടുത്തു, എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞങ്ങള്. എന്നെ എന്തിനാ കൊണ്ടുപോണ ബ്രോ? ഇത് വേറെ ആൾക്കാരെ ഏരിയ ആണ്, ഇത് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാ ചൊറാവേ. ആദ്യണ്ണനെ തൊടാടാ നീ. ബ്രോ ആദ്യണ്ണന് ആരോടാണ് എന്താണ് എന്ത്? ആദ്യണ്ണൻ ടീംസിന് ഫുള്ള് ചൊറിയും ഞങ്ങക്ക്. അങ്ങനെയാ ആണാ? ആ നീ ഒന്ന് എന്ത് സിഗരറ്റാ? അത് അറിയാം. അത് ഒരു 5 മിനിറ്റ് കൂടുമ്പോ സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ കൈ വറക്കും, കൈ വറക്കും ബ്രോ. എന്റെ കൈയൊക്കെ എത്തിക്കളയും കേട്ടാ. അതെ, ആദ്യണ്ണ ഉയിര്. അങ്ങനെ ഒരു 5 വട്ടം പറഞ്ഞാണ് നോക്കട്ടെ. ആദ്യണ്ണ മൈര എന്ത്? ആദ്യണ്ണ ഉയിര്. ആ ഓക്കെ ഓക്കെ. ആദ്യണ്ണൻ ഉയിര്, ബാക്കിയെല്ലാം മയില്. ബാക്കിയല്ലോ മയില്. മൈദി മൈദി മൈദി. അയ്യേ, അത് തെറിയൽ. ആ ആദ്യണ്ണൻ ഉയിര്, ബാക്കിയെല്ലാം തൈര്. മതി മതി മതി. ഇനി ഒരു ഡാൻസ് വെച്ചാണ് നോക്കട്ടെ. ഡാൻസ് കളിക്കാൻ അറിയില്ല ബ്രോ. പിന്നെ അതല്ല, ഒരു പാട്ടൊന്നും ഇല്ലാതെ എങ്ങനെ ഡാൻസ് കളിക്കാം ബ്രോ? അതൊരു ശുക്രാൻ. പാട്ട് പാട്ട് ഡാൻസ് ഇടണല്ലേ? ഓക്കെ. നീ ഞങ്ങളുടെ ആദ്യണ്ണനെ പറ്റിയിട്ട് കിറ്റിയില്ല വരാതും പറയൂലടാ. ഞാൻ എന്ത് പറഞ്ഞു ബ്രോ? ആദ്യണ്ണന് ആളില്ലാത്ത ടൈമിൽ തല്ലില്ലടാ നീ. നീ ആദ്യണ്ണ ഫാൻസ് ആരാന്ന് നിനക്ക് അറിയില്ല. ഓക്കെ ഓക്കെ. ഷുഗറെ പാട്ട്. ഷുഗർ വേറെ പാട്ട്. ഷുഗറെ ആദ്യണ്ണന്റെ പാട്ട് പാട്. അണ്ണൻ അണ്ണൻ ആദ്യണ്ണൻ പാട്. അണ്ണൻ ആദ്യണ്ണൻ, നമ്മുടെ അണ്ണൻ ആദ്യണ്ണൻ. ഡാൻസ് കളിക്കണ്ടേ? ഡാൻസ് അല്ലേ കളിക്കണ്ടേ? ഡാൻസ് കളി ഡാൻസ് കളി. ഒരു മിനിറ്റ്, ഡാൻസ് കിട്ടുന്നില്ല. ഒരു മിനിറ്റ് വെയിറ്റ്, ഡാൻസ് കിട്ടണ്ടേ ബ്രോ? ഓക്കെ ഓക്കെ. ഹലോ ഹലോ, കുട്ടിയാണ് എന്നെ വിളിച്ചത്. ഹലോ, ഇതാരാ? പൂച്ച സാറാ? പൂച്ച സാർ. എന്തോ തുള്ളുന്ന? ഇഷ്ടപ്പെടാനാ നീ? ആര് ഇഷ്ടപ്പെടാന്? പിന്നെ നീ കുളി തളവില്ല. ഏയ് പൂച്ച ഒരു മട്ടല്ലല്ലോ കാണാന്. ഇതിനാ വെയിറ്റ്. പിന്നെ കാണാൻ വലിയ വിലയൊന്നുമില്ല. എന്നെ കാണാൻ ഭംഗിയില്ല എന്നാ? കുട്ടി എന്നെ കാണാൻ നൈസല്ലേ? ഈ കുട്ടി തൊള്ള തുറക്കൂലേ? ആര് പറഞ്ഞുന്നാ? അപ്പൊ നമ്മൾ പോവാ.
വേലുണ്ണന്റെ പിള്ളേരെ കൊണ്ടോ വേലുണ്ണ ഞാൻ വേലോടെ പിള്ളേരാ മാറി 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 ആ ആ ഒന്ന് ഇറക്കാം ഇറക്കാം എന്താ മൂത്ത കൂടി എന്താ പൈസ നമുക്ക് പൈസ പ്രശ്നമില്ലല്ലോ. ആ മണി ടോക്സ് ആണോ നിങ്ങളെ പർച്ചേസിംഗ് ടീമാണോ നിങ്ങളെ മണി ഇപ്പൊ വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു മുട്ട ഫ്രണ്ടിൽ നിന്ന് വർത്താനം പറഞ്ഞോണ്ട് ആദ്യം തന്നെ തൊട്ടാ നീ ഇങ്ങനെ കിടക്കും കേട്ടാ മനസ്സിലായോ ഞങ്ങളൊക്കെ തങ്കപ്പൻ ടീമാ തങ്കപ്പൻ തങ്കപ്പനോ ടിക്കറ്റ് വലിക്കും എന്ത് ബ്രോ എന്ത് 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 ഇല്ല ഞാൻ ചിരിച്ചിട്ടില്ലല്ലോ ബ്രോ ഞാൻ ചിരിച്ചിട്ടില്ലല്ലോ ബ്രോ ഞാൻ എന്ത് ചിരിച്ചെന്ന് പറയണേ എന്താ പൂച്ച ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കാട്ട് പൂച്ച എന്നെ പണ്ണാനുള്ള പണിയാ തോന്നുന്നുണ്ട് എന്തിന്റെ ചന്തി നോക്കിയിരിക്കുന്ന പൂച്ച നമ്മളെ പിള്ളേരുണ്ട് കേട്ടല്ലോ വളഞ്ഞ് സ്കെച്ച് ഹലോ കുട്ടി സിംഗിൾ ആണോ ഹലോ പൊട്ടി സിംഗിളാണ് ആദ്യം എന്റെ മോളാണത് ലവ് മോളാണോ ലവറാണോ ഓ അപ്പൊ നിങ്ങള് മെയിൻ ടീമാണ് അപ്പൊ റിനുവേലു റിനുവേലു അതെന്താന്ന് ഇല്ലല്ല അടിപൊളി അടിപൊളിയാ ഇല്ല മെസ്സേജ് ഇല്ലല്ല ഫോൺ വെച്ചു ആദ്യം തന്നെ പുകഴ്ത്തിട്ട് പാട്ട് പാടിയാണ് നോക്കട്ടെ വേണ്ട വേണ്ട എങ്ങനെ അല്ലല്ല ആദ്യം വേണ്ട വേണ്ടെന്നാ ഞാൻ ഇല്ലെന്നാ പറഞ്ഞത് സോറി അത് ആദ്യം തന്നെ പോത്തിയാണ്ടൊന്നും പാട്ട് പാടാൻ പറ്റൂല ബ്രോ എന്താണ് കൊല്ലുവേ ഞങ്ങൾ കൊല്ലുവേ ആദ്യം ഒരു കണ്ടി മലം കണ്ടി പാട്ട് പാട് അല്ല ആദ്യം മെയിനാന്ന് അങ്ങനെ പാട് ഒരു പ്രതിജ്ഞ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം അങ്ങോട്ട് പാടുക ആദ്യം നമ്മളെ സഹോദരനാണ് ആദ്യം നമ്മളെ സഹോദരനാണ് എല്ലാ ഹാജിമാരും നല്ല ഹലോ ഹാജിമാരാ കൊറേ ആൾക്കാരാ നിങ്ങളാരെയും വിളിച്ചാ ഞമ്മാരും വിളിച്ചിട്ടില്ലല്ലോ അല്ല ആദ്യ ടീം വലിയ ടീമാണെന്ന് പറഞ്ഞിട്ട് എത്ര പേരാ ആ നിങ്ങളുടെ ആൾക്കാരാണോ അതൊക്കെ അല്ലല്ലോ ഇതൊക്കെ ആരാ വല്ലാണ്ടങ്ങ് കളിക്കല്ലേ ആദ്യം പിള്ളേരെ നിങ്ങൾ അറിയാത്തോണ്ടാ അത് വേറെ ടീമാ ബ്രോ അത് വേറെ ടീമാ നമ്മളാൾക്കാരൊന്നല്ല നിനക്കപ്പോ ആളൊന്നുമില്ലാടാ നമുക്ക് ആളില്ല ബ്രോ നമ്മളാരും നോക്കാനാ ബ്രോ നമുക്ക് ആരും ഇല്ലല്ലോ 2 കോടി വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു വന്നോട്ടെ ആൾക്കാര് ഇവന് ലോകം പേടിയാണല്ലോ എന്താ ബ്രോ എന്റെ അടുത്ത് ഒറ്റക്ക് നിൽക്കാൻ പേടിയുണ്ടോ എന്ത് പേടി കജ്ജ് നോക്കിയാ ഒന്ന് കജ്ജ് താത്തിയാ ഒന്ന് പൊന്തിച്ച ഇല്ലെങ്കി കൊല്ലുവേ ഓക്കെ ബ്രോ സോറി എനിക്ക് നിങ്ങളൊരു കോമഡി ആയി കണ്ട തോന്നണം ആക്ച്വലി ഞങ്ങള് ഫ്രണ്ട്ലി ആണ് കിഡ്നാപ്പ് ചെയ്യും ഞങ്ങള് ഒക്കെ ഞങ്ങള് ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷെ ആരത്തോട് നടക്കുമ്പോ ഞങ്ങള് കൊല്ലുവേ നീ എന്താ സിറ്റിയിലെ പെമ്പിള്ളേരൊക്കെ തട്ടിക്കൊണ്ടുപോകണം സിറ്റിയിലെ പെമ്പിള്ളേരെ തങ്കപ്പാ ഒരു 2 കോടി മേടിച്ചാൽ വിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം ഗണ്ണെല്ലാരും എടുത്തു വെക്കോ നിങ്ങൾ പറയണ ഞാൻ കേൾക്കുന്നില്ല പിന്നെ എന്തിനാ ഗണ്ണേമി ചെയ്യുന്നത് എല്ലാരും ഗണ്ണെടുത്ത് വെക്ക് ഗണ്ണങ്ങനെ തോക്കെടുക്കാൻ പറ്റൂല ആള് ചിലപ്പോ നമ്മളെ 3 ആളും എടുക്കും എനിക്ക് ഗണ്ണെടുക്കാനുള്ള ടൈം തന്നെയല്ലേ നിങ്ങൾക്കും ഗണ്ണെടുക്കാനുള്ള ടൈം കിട്ടുക ഞാൻ ഒരാളെ നിന്നാണ്ട് കറങ്ങി 4 ആൾക്കാരെ അടിക്കുമ്പോ നിങ്ങക്ക് 4 ആക്കുമ്പാടെ എന്നെ അടിച്ചൂടെ അല്ല എനിക്കൊന്ന് ടോയ്ലറ്റ് കയറാം ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയി വരട്ടെ എനിക്കൊന്ന് മൂത്രമൊക്കെ കൊണ്ടുവന്നിട്ട് ബ്രോ ഞാൻ എനിക്ക് പ്രൈവസി വേണം ടോയ്ലറ്റ് അല്ലേ ഇല്ല ബ്രോ എനിക്കൊന്ന് ചുമ്മാ മൂത്രമൊക്കെ നിങ്ങൾ പുറത്തേക്ക് ബ്രോ ഇതൊക്കെ ഇല്ലല്ലല്ല
എടാ കുഞ്ഞെ നിങ്ങൾ അല്ല സോറി പറയണ സോറി സോറി എന്ത് മൂത്രയ്ക്കാനാണോ കൊന്നാട്ടാ ഇനി വന്ന കൊന്നട്ടാ അവനെ ഇനി വന്ന കൊല്ലുവേ ബ്രോ നിങ്ങളൊന്ന് പുറത്തേക്ക് ബ്രോ ഞാൻ ഒന്ന് മൂത്രയിക്കട്ടെ ഒന്ന് മൂത്രയിച്ചാണി മൂത്ര എനിക്ക് ഇങ്ങനെ പ്രൈവസി ഇല്ലാതെ ഡോറ് ലോക്ക് ചെയ്യണം ബ്രോ ഒന്ന് പുറത്തിറങ്ങണം പുറത്തു പോ എടാ ഇവന്മാരെല്ലാരും ഞാൻ ഗണ്ണെടുത്ത് എന്താ ബ്രോ എന്താ എന്ത് കണ്ണ് എന്ത് ഗണ്ണിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഗായ്സ് നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുക ഞാനൊന്ന് മൂത്രം വയ്ക്കട്ടെ ചുമ്മാ വെയിറ്റ് ചെയ്യ് ഞാന് ഓമാരെ കൊണ്ട് ഗണ്ണ് എടുത്ത് വെപ്പിക്കാം മനസ്സിലായ ആ സമയത്ത് നിങ്ങൾ കേറി വന്നാ മതി ആ നിങ്ങൾ എല്ലാരും ഗണ്ണെടുക്കാനൊക്കെ കേറി വന്നാ മതി മനസ്സിലായ എല്ലാരും ഒരുമിച്ച് അങ്ങ് തള്ളി കേറി വന്നാ മതി ആ ഓക്കെ ഓക്കെ കഴിഞ്ഞ എന്റെ മൂത്രം മഞ്ഞ കളറാ പോയത് വെള്ള കളറാ പോയത് ഇല്ലല്ല അത് മൂത്രം എന്താ മൂത്രത്തിന്റെ കളറൊക്കെ കിട്ടിട്ട് നിനക്ക് എന്തിനാ അത് DNA ടെസ്റ്റ് എടുക്കണം എന്ത് നീ DNA ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാന് ബ്രോ നമുക്ക് അല്ല നമുക്ക് ഡീല് സംസാരിക്കാം ബ്രോ എന്താ പ്രശ്നം എന്തുവാ നിങ്ങൾ കാര്യം പറ നമ്മളിത് ഇങ്ങനെ ഞാൻ പ്രശ്നം പറയാം ആദ്യം തന്നെ തൊട്ടത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല ആദ്യം തന്നെ നമ്മൾ തൊട്ടിട്ടില്ലല്ലോ ബ്രോ ആദ്യം പറഞ്ഞ അങ്ങനെയാണല്ലോ ആദ്യം എണ്ണം ചുമ്മാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ നിന്നോട്ടെ കുറച്ചു നേരം ചായയും ബിസ്ക്കറ്റും ഇതൊക്കെ ചോറിന് തരാ നീച്ചാണി അതെന്താണി ആ ബ്രോ ഞാൻ ഒരു കാര്യം പറ്റും നിങ്ങൾ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം നിങ്ങൾ എല്ലാരും ഗണ്ണെടുത്ത് വെക്കേ ബ്രോ നിങ്ങള് ഞാൻ നമ്മൾ സമാധാനം സംസാരിക്കാനല്ലേ എന്താ വേണ്ടേ എന്റെ കയ്യിനൊരു വാദം പോലെ തോന്നുന്നുട്ടോ എനിക്ക് ബ്രോ കൈ വെക്കണേ അയ്യോ ചത്തല്ലോ അത്രേ ഉള്ളു ശരിക്കേ അല്ലേ നമുക്ക് സമാധാനം സംസാരിക്കായിരുന്നു ആക്ച്വലി സമാധാനത്തില്ല ഇക്കാച്ചിനെ തൊട്ടാ എന്റെ ചുണ്ട് കെട്ടണം ആ അല്ല കുട്ടി എന്ത് പറ ലോയൽറ്റി പോയിന്റ് 45 പോയിന്റാ പോവോ അങ്ങനെ ഉണ്ടാ എഴുതി പഠിക്കാൻ വന്നേക്കാം നിങ്ങളെ കൺവിൻസിംഗ് അവരെ കണ്ടെടുത്ത് വെപ്പിച്ചല്ലേ അവരെ കണ്ട് പിന്നെ നമ്മള് സമാധാനം സംസാരിപ്പിച്ചുകൊണ്ട് എടുത്ത് വെപ്പിച്ചില്ലേ റാഗ്മി ഔട്ട് സൈഡാ എന്തിന് അല്ല കുട്ടീന്റെ പേരെന്താ അവിടെ കേടാ എന്തുവാ പേരെന്തുവാ റിനു ആദിവേലുവിന്റെ ആരാന്നാ പറഞ്ഞേ മോള് എന്നിട്ട് ഈ ആദിവേലു എന്ത് ചെയ്യുന്നു ഇപ്പം അല്ല നമ്മളെ ഇതാക്കാനുള്ള റീസൺ എന്നെ ഹോസ്റ്റേജ് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു ആര് പറഞ്ഞിട്ട് ആരാ പറഞ്ഞേ കുട്ടിയല്ലേ മോള് ആദിവേലുവിന്റെ ഇവന്മാര് പറഞ്ഞ എന്തിനാ കേട്ടത് കുട്ടീന്റെ കൂടെ ഉള്ളവരാണ് ഇവര് എന്നാ അവന്മാര് പൊന്തട്ട് എന്നിട്ട് വിടാ കുട്ടീനെ പൊക്കണം പിന്നെ പൊക്കണ്ടേ അപ്പൊ 4 പേരെയും പൊക്കിയ സാറേ 4 പേരാ ആരാ 3 പേര് എടാ ഞാൻ അടിച്ചിടാൻ പറഞ്ഞിട്ടില്ല ഇത് എന്താ അവര് അടിച്ചിട്ടാ അത് അവന്മാരെ ചോയ്സിന് കയറി അടിച്ചല്ലേ എന്ത് ചെയ്യാൻ പറ്റും $45 പോയിന്റ് ഒന്നും പോവില്ലടാ ഒരാളെ കൊന്ന 1 പോയിന്റ് മാക്സിമം പോവുള്ളൂ പോവാണെങ്കിൽ തന്നെ ചില്ലാവ് നിങ്ങൾ എന്താണ് ഇനി തുടങ്ങും ചാറ്റിൽ ഇങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്
ടൈപ്പിങ്ങിലോട്ടോ എന്തൊക്കെ ഇപ്പം കാട്ടണേ? സാറേ പേടിക്കണ്ടോ, നമ്മൾ ചെറുതായിട്ട് നമ്മള് സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കായിരുന്നു. അപ്പൊ ഈ സുഹൃത്ത് നമ്മളെ ഇക്കച്ചി എന്തോ ചെയ്യാൻ നോക്കിയപ്പോ നമ്മളങ്ങ് തൊട്ടതും ചത്തുപോയി. ഒരു ഇടി ഇടിച്ചേ ഉള്ളൂ. മറ്റേ കറക്റ്റ് ജോലയല്ല ഇടി പോയെ. അപ്പൊ അങ്ങ് വീണു. ഷെയ്ക്കേ ഇല്ല, അവിടെ ഒരു വാണം ഫ്ലേർട്ട് ചെയ്യാൻ നോക്ക്. ആരെ? സെന്നെക്സ് പറഞ്ഞേ ഞാൻ ക്യൂട്ടാ. ഹലോ സിംഗിൾ ആണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഓരാത്തുമ്പോ വായ വിട്ടത്. പൂച്ചക്കണ്ടി അല്ല സാർ ഒന്നുമില്ല അടിക്കത്തില്ല സാറേ. ചുമ്മാ ചുമ്മാ പേടിപ്പിക്കുന്ന സാറേ, പേടിപ്പിക്കുന്ന. പോയാ അവനോട് പോയി ഇവിടെ ഉണ്ട്. ഹലോ എടാ പയ്യാ. ആ പൂച്ച സാർ, പൂച്ച സാർ ഒന്ന് പുറത്തു വന്നാണ്. ഇതെന്താ? ഇല്ലടാ അടിക്കൂല, ഇനി അടിക്കൂല. എനിക്ക് ക്യാരി ബഗ് എന്ത് ക്യാരി ബഗ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല. ഈനക്കടാ ഈനക്ക് ബ്രോക്ക് എന്താ വേണ്ടത് പറഞ്ഞോ. ഇനി എന്താ വേണ്ടത് പറ. ഒന്നും വേണ്ടേ? എന്ത് നിന്റെ ആവശ്യമൊക്കെ തീർന്നാ? വെറുതെ വന്നതാ? എന്തുവാടാ നീ ഇങ്ങനെ കടന്ന് കുലുങ്ങുന്നെന്താ? ആ ചുമ്മാ നമ്മളെ പരിപാടി നോക്കി പോകുന്നതിന് എന്തിനാ ബ്രോ? നിന്റെ തലവനൊന്ന് വിളിച്ചാണ്, തലവനൊന്ന് വിളിച്ചോണ്ടെന്നാണ്. ഇതിനെന്താടാ ഇവന്? എന്താടാ അത്? മാസ്ക് റിമൂവ് ചെയ്യാൻ പറയാ. അത് ശരിയാ. വെയിറ്റ് ഇതാരാ? അയിന്നൊക്കെ അടിന്ന് പറയും. ഇതാരാ? ഹലോ ഹലോ കുട്ടി ആരാ? എന്താ അതിന്റെ അടിന്നൊക്കെ വരുന്നേ? അത് ഗ്യാരേജാണോ അത്? ഞാനും കരുതി എന്തോ അണ്ടർഗ്രൗണ്ട് ഇവിടുന്ന് വരുന്നത്. ആ ഹലോ ഹലോ പൂച്ച സാറൊന്നും ഇവിടെ എന്താണ് ചോദിക്കട്ടെ. ആ എല്ലാരും നിലത്തിറക്കുക. എന്നിട്ട് എല്ലാരോടും ഒന്ന് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞ. ഹലോ ആ ഹലോ മാസ്ക് ഒന്ന് മാറ്റാണ് ബ്രോ. ആ ഇതാരാന്നാ പറഞ്ഞത്? പൂച്ച സാറല്ലേ. ഇതാരാന്നാ പറഞ്ഞത്? അസർപ്പ്. ആ അസർപ്പ്. അസർപ്പിനുള്ളത് തരാം. വെയിറ്റ് ആക്ക് എല്ലാം വെയിറ്റ് ആക്ക്. ഇപ്പൊ തരാം. വേറെ ഒരുത്തരും കൂടി ഉണ്ടായല്ലോ കൂട്ടത്തില്. മീനോടെ എവിടെ 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 എവിടെ? അതോടെ പോയി. അവനോടെ പോയി. ഓടിയാ? എടാ കിടു ഇസ്മായിലെ എവിടെ? വെയിറ്റ് ഗ്യാങ് ഫോമായ ആദ്യത്തെ ഒരാഴ്ച പുറത്ത് ബെഞ്ചിലിരുന്നട്ടാ. വെയിറ്റ് ബോംബിടേ ബോംബിപ്പടാ. വെയിറ്റ് ബോംബല്ലേ? ബോംബ് തരാം. ബിലാൽ ഓടി. എപ്പോ? ബിലാലായിരുന്നു മറ്റത്. അതോ ഓടുന്ന കയ്യില? അടിക്കണ്ട. വെയിറ്റ് അടിക്കല്ലേ. ആ ബിലാലായിരുന്നോ? നീ എവിടെയായിരുന്നു ബിലാലെ? ഇപ്പൊ കേറിട്ടുള്ളൂ അല്ലേ? കേസ് എന്താ വെച്ചാല് നീങ്ങുവാ ഞാൻ പറഞ്ഞുതരാം കേസ്. അല്ലല്ല നീ ആയിക്കോട്ടെ. T/reload സ്കിൻ ഒന്ന് അടിച്ചാണ്.
ബിലാലെ എന്നാ വഴി നക്കിട്ട് നീ നിന്റെ ഷർട്ട് ഒന്ന് ഇട്ടാണ്. ആ ഞെക്കുണ്ട് പറ്റണില്ല അണ്ണാ. കൊല്ലും ഞെക്കുണ്ട് പറ്റണില്ല എന്താണാവോ. ശരി നമുക്ക് അവന്മാരുടെ അല്ല, എന്താ പ്രശ്നം എന്താ? മെയിൻ ആരാന്ന് ചോദിക്കും. മെയിൻ ഇല്ല വാ പ്രശ്നമൊന്നുമില്ല വാ. എന്താ കേസ് എന്താ കേസ്? ആ നോക്കിയാ കേസ് അല്ല കേസ് ഇന്നെ തട്ടിക്കൊണ്ടായതാ ആരോ കുറച്ച് ആൾക്കാര്. നീ എടാ ഇസ്മായിലൊക്കെ ഇടുവെന്ന് ഇങ്ങോട്ട് വന്നാണ്. ആ മിയനെ തൊട്ടോണ്ട് കയറുന്നതേക്കാരൻ നോക്കിയാ അല്ലേ. ഇസ്മായിൽ നമ്മുടെ കാണുള്ളല്ലേ. ആ ഇസ്മായിലും കിടും എന്നെ തട്ടി കൊണ്ടുപോകുന്നു മനസ്സിലായ. ഇവിടെ വന്നിട്ട് എന്നോട് ഗണ്ണേമ ഏൽപ്പിച്ചിട്ട് മോശം കേട്ടോ. പക്ഷെ അവന്മാരെ കൂടെ നീ ഉണ്ടായിരുന്നു എന്നാണ് അവന്മാർ എന്റെ അടുത്ത് പറഞ്ഞത്. ആ അവന്മാര് പറഞ്ഞു ഞാൻ സിറ്റി കയറിയിട്ടുള്ളൂ. ആ നീ ഇപ്പൊ സിറ്റി കേറി അണ്ടി നീ എന്നെ ഊപിക്കാൻ നോക്കിയതല്ലടാ ബിലാലെ. ഞാൻ ടർഫ് പ്ലാനിങ് കഴിഞ്ഞിട്ട് എന്ത് പ്ലാനിങ് ഗ്യാങ് എന്ത് ഫാമിലി പോകാൻ ഭാഗത്ത് നമുക്ക് എന്തിനാ ടർഫ് പ്ലാനിങ്. ആ കഴിഞ്ഞ് പിന്നെ ഞാൻ ടർഫ് പ്ലാനിങ്ങിനാണ് മൊത്തം പോയി. എന്തെല്ലാ ഉടാ ആ പറ അഭിപ്രായം പറ. ആ പറ. ഹലോ ഷെയ്ക്കേ. ആ പറഞ്ഞോ. നിന്റെ മീയു അടക്കം ആ നിന്റെ പർച്ചേസ് ഒക്കെ നിന്റെ മീയു അടക്കം എന്നെ തട്ടിക്കൊണ്ടതില് നല്ല ബന്ധമുണ്ട്. കാണിച്ചാലോ വെയിറ്റ്. ഹലോ ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ആക്കുമല്ലോ വിളിക്കട്ടെ. ഹലോ ഹലോ അസർപ്പിന്റെ അണ്ടി തരാ ഇസ്മായില വെയിറ്റ് ചെയ്യ്. ഇത് കഴിയട്ടെ. ബിലാല് പോയാ എടാ മണ്ടന്മാരെ ഇവിടെ എല്ലാരും പയം പുഞ്ഞമാര് നിന്നോ എല്ലാരും. വേണ്ട മതി അവന്മാര് പോട്ടെ അവന്മാരെ നമ്മളെ വീട്ടിൽ തന്നെയല്ലേ വരാ രാത്രി. വെയിറ്റ് ചെയ്യ് കൊടുക്ക. ആ നമ്മളെ കൂട്ടിലെ പോയി അത് പുറത്ത് പോവില്ല. വെയിറ്റ് ചെയ്യ് കൊടുക്ക. അവരെ ടർഫാണെന്നാ ഞാൻ അതിന്റെ ഇടക്കൊന്ന് സെറ്റായി പോയത് തന്നെ. കേറിക്കോ എല്ലാരും കേറിക്കോ. മുതുക്ക് പോ. റാഷൻ എന്താക്കിയേ അതിനെ വിട്ടാ. പക്ഷെ ഞാൻ ആ റാഷൻ ഞാനാണെങ്കിൽ ഒന്ന് മട്ടം പോലെ ഒന്ന് റെഡി ആക്കണം എന്ന് കരുതി വന്നതേന്. അപ്പൊ ഇല്ല എനിക്ക് ടൈമില്ല. ഞാൻ നിർത്താണ്. എനിക്ക് നാളെ രാവിലെ നേരത്തെ പുറത്ത് വേറെ കുറച്ച് നോക്കിയടെ നോക്കിയ വണ്ടി കയറി. ആ നീ അതില് വാ മുതുക്കില് വാ. ആര് അവനക്ക് മിയേ ഞമ്മക്കുണ്ടായിരുന്നടാ ഓരോന്ന്. ഇതൊക്കെ കാണുമ്പോഴാണ് ഉള്ളതിനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നണേ. ഞാൻ ഒരു സിഗ്മ ആയി പോയതല്ലോ. ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കോയിത്തരൊന്നും ഇല്ലാത്ത ഇത്ര അടിപൊളിയ ഒരു സിഗ്മ ആയത് എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്. ഇതെന്താ തിരിയാത്ത വണ്ടി? എടാ ഈ വണ്ടി തിരിയണില്ല. അത് ശരി ടയർ ഇല്ലാത്തോണ്ടാണോ തിരിയാത്തത്? എടാ എന്താടാ ചാറ്റിൽ എന്തിനാ തല്ലൂടുന്നത്? ഓ പറ. ആ ഇപ്പൊ വരാ വെയിറ്റ്. ആ റീലോ കിട്ടിയില്ലേ? കിട്ടും എനിക്കറിയാം കിട്ടുന്നുള്ളേ. ഇല്ല ഞാൻ ഇറങ്ങാന്ന്. എങ്ങനെ? ഇല്ല ഇഷ്യൂ ഞാന് കഴിയട്ടെ. ഞാന് രാത്രി വീട്ടിലെത്തിരി തരാം. തിരിയാത്തൊരു വണ്ടി തേങ്ങ. ഫൈന് വണ്ടി സോറി. ഹലോ കുട്ടി ഹലോ
അത് ഇത് ഹെലൻ ആ ഒരു കേസ് എടുക്കാൻ പോയിട്ട് വരാമേ. ആ ഓക്കെ അതൊക്കെ ആരാണോ അപ്പൊ ഇതിന് തിരക്കായി പച്ചസല്ല ഇല്ല ഞാന് സിഗ്മ തന്നെ പക്ഷെ നമ്മള് പരിചയപ്പെടണല്ലോ ഇങ്ങോട്ട് വന്ന് തട്ടിയല്ലേ കുട്ടീനോട് ചോദിക്കാൻ നിൽക്കായിരുന്നു എന്തിനാ വണ്ടി തട്ടിയായിരുന്നു അതാ കുട്ടി അതിപ്പോ ഒരു ആണാണെങ്കിൽ ശരിക്കും തന്തക്കുടിക്കൂല ശരിക്കാം എടാ ചുമ്മാ ഇരുന്നാണ് ഞാനിപ്പം വെച്ച് നമ്മ അങ്ങനെ ചെയ്യാറില്ല. അതാരാ? അതാ ഇറ